അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സുകാർക്ക് ഇന്ന് നടന്ന അക്കീദയുടെ ആൻസർ കീ നോക്കാം. ചോദ്യം 1, യോജിച്ചവ ചേർക്കാം. ഇവിടെ ഒരു സൈഡിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു, ഹഫളത്ത്, അല്ലാഹു, സോലിഹുൻ, മുസ്തഹീൽ, തബ്ലീഗ് എന്ന് തന്നിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കാം. തുടക്കവും അവസാനവുമില്ലാത്തവൻ ആരാ? അല്ലാഹു. 2, ഉണ്ടാവാൻ പാടില്ലാത്തത് മുസ്തഹീൽ. 3, തൗഹീദിൻ്റെ പ്രഖ്യാപിത വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. 4, ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ. ഉത്തരം ഹഫളത്ത്. 5, മുർസലുകൾക്ക് മാത്രമുള്ള സിഫത്ത്. ഉത്തരം തബ്ലീഗ്. 6, പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിച്ചു. ഉത്തരം സോലിഹ് നബി അലൈഹിസ്സലാം. ചോദ്യം 2, വേർതിരിക്കാം. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അതിൽ വാജിബായ സിഫത്തുകളും മുസ്തഹീലായ സിഫത്തുകളും വേർതിരിച്ചെഴുതാനാണ്. ഫസ്റ്റത്തത് മുമാസലത്തുൻ ബിൽ ഹവാദിസി, മുഖാലഫത്തുൻ ലിൽ ഹവാദിസി, കൗനുഹു ഖാദിറൻ, കൗനുഹു ജാഹിലൻ. അതിൽ വാജിബായ സിഫത്തിൽ പെടുന്ന കാര്യങ്ങളാണ് മുഖാലഫത്തുൻ ലിൽ ഹവാദിസി, കൗനുഹു ഖാദിറൻ. ഇനി മുസ്തഹീലായവ എന്നുള്ളിടത്ത് എഴുതേണ്ടത് മുമാസലത്തുൻ ലിൽ ഹവാദിസി, കൗനുഹു ജാഹിലൻ. മൂന്നാമത്തത് പൂരിപ്പിക്കാം. 1, പ്രപഞ്ചവും അതിലുള്ള ഡാഷ് ഒരു നാൾ നശിക്കും. ഉത്തരം പ്രപഞ്ചവും അതിലുള്ള സർവ വസ്തുക്കളും ഒരു നാൾ നശിക്കും. 2, നബിചര്യയും സഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റി ജീവിക്കുന്നവർക്കാണ് ഡാഷ് എന്ന് പറയുന്നത്. ഉത്തരം അവിടെ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. 3, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഡാഷ്. ഉത്തരം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ആര്? പ്രവാചകന്മാർ. അടുത്ത 4ാമത്തെ ചോദ്യം, ഉത്തരം എഴുതാം. 1, ബിദ്അത്തുൽ ളലാല എന്നാൽ എന്ത്? ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽ പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കലാണ് എന്ത്? ബിദ്അത്തുൽ ളലാല. 2, മുഅ്ജിസത്ത് എന്ന് പറയുന്നു എന്തിന്? ഉത്തരം നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആരിൽ നിന്ന്? പ്രവാചകന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. 3, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണെന്നുമാണ് അതിൻ്റെ അർത്ഥം. ചോദ്യം 5, 2 വീതം എഴുതാം. 1, ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിലും വന്നിട്ടുണ്ടല്ലേ. ഒന്നാമത്തത് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ ഒന്നാമത്തത് എന്താ? ഉഖ്റവിയായ ഉലമാക്കളെല്ലാം മരണപ്പെടുക, അറിവില്ലായ്മ വർദ്ധിക്കുക, വ്യഭിചാരം, മദ്യപാനം, കൊലപാതകം എന്നിവ അധികരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എഴുതാം. 2, ബിദ്അത്ത് ഹസനത്തിൻ്റെ ഉദാഹരണങ്ങൾ. ഉത്തരം തറാവീഹ് ഒരു ഇമാമിൻ്റെ കീഴിൽ ജമാഅത്തായി സംഘടിപ്പിച്ചതും മദ്രസകളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ എന്താണ്? ബിദ്അത്ത് ഹസനത്തിൻ്റെ ഉദാഹരണമാണ്. 3, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായ മോജിസത്തുകൾ. നബിയുടെ ഏറ്റവും വലിയ മോജിസത്ത് എന്താണ്? വിശുദ്ധ ഖുർആനാണ്. പിന്നെ ഇസ്രാ, മിഅ്റാജ്, മൃഗങ്ങളും മരങ്ങളും കല്ലുകളും സംസാരിച്ചത്, ചന്ദ്രനെ പിളർത്തിയത്, വിരലുകൾക്കിടയിൽ നിന്നും വെള്ളം പ്രവഹിച്ചത്. ഇതൊക്കെ ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. 6ാമത്തെ ക്വസ്റ്റ്യൻ, അർത്ഥം എഴുതാം. വഹ്ദാനിയത്ത്. ഉത്തരം ഏകത്വം. 2, ഖിയാമും ബിൻ നഫ്സി. ഉത്തരം സ്വയം നിലനിൽക്കൽ. 7ാമത്തെ ചോദ്യം, വിപരീതം എഴുതാം. ഖുദ്റത്തിൻ്റെ വിപരീതവും ആലിമുൻ എന്നതിൻ്റെ വിപരീതവും എഴുതാനാണ്. ഖുദ്റത്തിൻ്റെ വിപരീതം എന്താ? അജ്സ്. ആലിമുൻ എന്നതിൻ്റെ വിപരീതം കൗനുഹു ആലിമൻ എന്നാണ്. അതിൻ്റെ വിപരീതം എന്താ? കൗനുഹു ജാഹിലൻ. ചോദ്യം 8, നബിമാരുടെ പേരുകൾ കൊണ്ട് കള്ളികൾ പൂർത്തിയാക്കാം.
നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പാട്ട് രൂപത്തിൽ ഖുർആനിൽ പേര് പറയപ്പെട്ട 25 നബിമാരെ പേര് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ നിന്ന് നിങ്ങൾക്ക് അറിയുന്ന നബിമാരെ പേര് എഴുതുക. ഇവിടെ തന്നിട്ടുള്ളത് മുഹമ്മദ് നബീൻ്റെ പേരുണ്ട്, ആദം അലൈഹിസ്സലാം ഉണ്ട്, സോലിഹ് അലൈഹിസ്സലാം ഉണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം? ഇദ്രീസ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം. ഏതും എഴുതല്ലേ? നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമുള്ള അനല്ല അറിയണത് എഴുതിയാൽ മതി. ഇതാണ് 4ാം ക്ലാസ്സുകാരുടെ അക്കീദയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു, പരീക്ഷ എഴുതിയ എല്ലാ കുഞ്ഞുമക്കൾക്കും. അസ്സലാമു അലൈക്കും.